കൊതുകിനെ കൊണ്ട് വല്ലാത്ത പ്രശ്നങ്ങളാണ്. കൊതുക് പരത്തുന്ന രോഗങ്ങൾ നിരവധിയാണ്. ലോകവ്യാപകമായിട്ട് കൊതുകിന് വേണ്ടിയുള്ള മരുന്നുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കൊതുക് നിർമ്മാർജ്ജനം ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും കൊതുക് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കേരളത്തിൽ. പ്രത്യേകിച്ച് കൊച്ചിയൊക്കെ അതേപോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ചെറുകിട സംരംഭമാണ്. കൊതുകിനെ തുരത്താനുള്ള ഒരു ലോഷൻ. അത് വലിയ കെമിക്കൽസ് ഒന്നുമില്ലാതെ നമ്മളുടെ ശരീരത്തിന് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു ലോഷനാണ് ഇവിടെ പറയുന്നത്. ആ ലോഷൻ നമുക്ക് നമ്മളുടെ ശരീരത്തെ തേച്ചു പിടിപ്പിച്ച് പുറത്തോട്ട് പോകാം. ഇല്ലെങ്കിൽ കൊതുക് എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെ നമുക്ക് സ്വൈര്യമായിട്ട് വിഹരിക്കാം. കൊതുക് കടിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ലോഷൻ വളരെ ചെറിയ തോതിൽ നിങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം സ്വയം പരീക്ഷിച്ചു നോക്കുക. ഇതൊരു ഹെർബൽ പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മണിക്കൂറുകൾ ഇതിന്റെ ശേഷി ഉണ്ടാകും എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ഇൻസ്റ്റന്റ്ലി കൊതുകിനെ തുരത്താൻ പറ്റുന്ന ഒരു ലോഷൻ. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിൽ എത്തിച്ച് ആളുകൾക്ക് അത് ഗുണപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ തേടി ആളുകൾ വരും. അത് ഉറപ്പായ കാര്യമാണ്. ഇത് ലോക്കലി നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നമുക്കിത് ഡയറക്റ്റ് വീടുകളിൽ എത്തിക്കാം, ഇല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകൾ വഴി എത്തിക്കാം, ഇല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകൾ വഴി എത്തിക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് ഫാൻസി ഐറ്റംസ് കിട്ടുന്ന സ്റ്റോറുകൾ വഴി ഇത് എത്തിക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മളുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും ഇതിന്റെ വിൽപ്പന നടത്താൻ പറ്റും. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അതൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്ന് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല. നമുക്ക് നേരിട്ട് ഈ കൊതുക് നിവാരണി അല്ലെങ്കിൽ കൊതുകിനെ തുരത്താനുള്ള ലോഷൻ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ അനുപാതത്തിലാണ് അത് എടുക്കേണ്ടത്, എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെ ബോട്ടിൽ ചെയ്യും എന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മൾ ഇവിടെ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്കിന്റെ അഭാവം നമ്മളുടെ വീഡിയോകളിൽ ഉണ്ട്. അത് നിങ്ങൾ വിചാരിച്ചാലേ നടക്കൂ. പിന്നെ നിങ്ങളുടെ കമന്റ് എന്താണെങ്കിലും സഭ്യമായ ഭാഷയിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം, സംശയങ്ങൾ ചോദിക്കാം. അറിയാവുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ പറഞ്ഞു തരും. അറിയാൻ പാടില്ലാത്തവ തിരക്കി അറിഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇതെല്ലാം ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് നമ്മളുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി അമർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോകളെല്ലാം അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഭാവിയിലും നിങ്ങൾക്കത് ഗുണം ചെയ്യും. ഒരു ചെറുകിട ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ഇതുപോലുള്ള 1000 ഐഡിയകൾ നമ്മളുടെ ചാനലിൽ ഉണ്ട്. ഏകദേശം 1200ഓളം ഐഡിയകൾ നമ്മളുടെ ചാനലിൽ ഉണ്ട്. ഇനിയും മുന്നോട്ട് നിരന്തരം ഇതുപോലെ തന്നെ ചെയ്യാനാണ് ഞങ്ങളുടെ തീരുമാനം. നമുക്ക് നമ്മളുടെ കൊതുക് നിവാരണി എങ്ങനെയാണ് എന്ന് നോക്കാം. അതിന് വേണ്ടുന്ന ഘടകങ്ങൾ 100 എന്ന അനുപാതത്തിലാണ് ഞാനിവിടെ പറയുന്നത്. 100ൽ ഇത്ര അനുപാതം എന്നാണ് നിങ്ങൾ കണക്കാക്കേണ്ടത്. ആദ്യം വേണ്ടത് കോക്കനട്ട് ഓയിലാണ്. 75% കോക്കനട്ട് ഓയിലാണ് വേണ്ടത്. അത് ഏത് കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മാർക്കറ്റിൽ കിട്ടുന്ന എണ്ണ തന്നെ ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് ബീസ് വാക്സ് ആണ്. അത് നിങ്ങൾക്ക് കെമിക്കൽ ഷോപ്പിൽ കിട്ടും. 5% അത് വേണം. പിന്നെ വേണ്ടത് നീം ഓയിലാണ്. 15% അത് വേണ്ടി വരും. പിന്നെ ലാവണ്ടർ എസെൻഷ്യൽ ഓയിൽ 3%, അത് സിട്രോണില്ല എസെൻഷ്യൽ ഓയിൽ 2%, അത്. ഈ ഐറ്റംസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കെമിക്കൽ ഷോപ്പുകളിൽ ലഭിക്കുന്നതാണ്. നമുക്കിവിടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നമുക്ക് ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെക്കുക. അതിന്റെ മുകളിൽ ആ പാത്രത്തിനുള്ളിൽ കടക്കുന്ന രീതിയിൽ വേറൊരു ഗ്ലാസ് പാത്രം, ഒരു ഗ്ലാസ് ബൗളോ എന്തെങ്കിലും വെക്കുക. ഇത് ചൂടാകുന്ന മുറയ്ക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ബീസ് വാക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇത് ഫുള്ളി മെൽറ്റ് ആകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് മെൽറ്റ് ആയി കഴിയുമ്പോൾ ആ അടുപ്പ് ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കുക. അതൊന്ന് കൂളായിക്കോട്ടെ. ഈ കൂളാകുന്ന മുറയ്ക്ക് നമ്മൾ നീം ഓയിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോഴും ഇളക്കുന്ന കാര്യത്തിൽ മടി വിചാരിക്കരുത്. നല്ല രീതിയിൽ ഇളക്കണം. അതായത് നീം ഓയിൽ എല്ലാ ഭാഗത്തും എത്തപ്പെടണം. പിന്നെ നമുക്ക് ലാവണ്ടർ എസെൻഷ്യൽ ഓയിലും സിട്രോണില എസെൻഷ്യൽ ഓയിലും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒന്ന് സ്മെല്ലിന് വേണ്ടിയും ഒന്ന് കൊതുകിനെ തുരത്താൻ വേണ്ടിയും ഉള്ള ഘടകങ്ങളാണ്. ഇനി നമ്മളുടെ പ്രോഡക്റ്റ് റെഡി ആയി കഴിഞ്ഞു. അതായത് മൊസ്കിറ്റോ ലോഷൻ, വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് ആയിട്ടുള്ള മൊസ്കിറ്റോ ലോഷൻ റെഡി ആയി കഴിഞ്ഞു. ഇത് ഇനി വൃത്തിയുള്ള സ്റ്റെറിലൈസ് ചെയ്ത പാത്രങ്ങളിലാണ് നിറച്ച് വെക്കേണ്ടത്. അതിനുശേഷം നമുക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര മില്ലിയാണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് ബോട്ടിലുകളിൽ നിറച്ച് ടൈറ്റ് സീൽ ചെയ്ത് ലേബിൾ ചെയ്ത് മുമ്പോട്ട് വിടാവുന്നതാണ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് കൂടെ അറിഞ്ഞിരിക്കണം. നമുക്ക് ഒരു ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് നമ്മളുടെ ശരീരത്തെ എവിടെയാണോ സ്കിൻ എക്സ്പോസ് ആകുന്നത്, അതായത് കൊതുകിന് പെട്ടെന്ന് കടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്,
അവിടെ നമ്മൾ ഇത് തേച്ച് കൊടുക്കുക. പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വീടിന് പുറത്തിരിക്കുന്ന സമയത്ത് ഒക്കെ ഇതൊന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൊതുക് ആ ഭാഗത്തേക്ക് ഏതായാലും അടുക്കില്ല. പിന്നെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യണം. കാരണം അതിന്റെ ഒരു എഫക്റ്റ് പോയി കഴിയുമ്പോൾ ഒരു 1-2 മണിക്കൂറൊക്കെ ഇതിന്റെ എഫക്റ്റ് കാണത്തുള്ളൂ. അതിനുശേഷം അപ്ലൈ ചെയ്യണം. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യണം. എല്ലാവരുടെയും സ്കിന്നിന് ഇത് പിടിക്കുമോ എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു തുള്ളി എടുത്ത് നമ്മളുടെ കൈയുടെ ഉൾഭാഗത്ത് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് സ്പോട്ടിൽ ഒന്ന് തേച്ചു കൊടുക്കുക. നിങ്ങൾ അലർജിക് ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു സെൻസിറ്റീവ്നെസ് ഇല്ലെങ്കിൽ റിയാക്ഷൻ ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓയിൽ തേക്കാതെ ഇരിക്കുക. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം തന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ല. എന്നാൽ ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും പിടിക്കാറില്ല, അലർജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക്. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ലേബലിൽ എഴുതി വച്ചിരിക്കണം. പിന്നെ ഇത് നമ്മൾ ചെറിയ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. വലിയ രീതിയിൽ ഒരു കൊമേഴ്സ്യൽ പർപ്പസിലോട്ടൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഇത് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് അതിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം. അല്ലാതെ നമ്മൾ കൊമേഴ്സ്യലി വലിയ ബിഗ് ബജറ്റിൽ ഇത് ഉണ്ടാക്കി വിൽക്കാൻ പാടില്ല. അതിന് പിന്നെ സെർട്ടൻ ലൈസൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ വേണ്ടി വരും. ഇതാണ് നമ്മളുടെ കൊതുക് നാശിനി അല്ലെങ്കിൽ കൊതുകിനെ തുരത്താനുള്ള ലോഷൻ. ഇത് എത്ര നാള് നിൽക്കും എന്നുള്ളത് നിങ്ങളുടെ ഒരു ചോദ്യമായിരിക്കാം. ഇപ്പോൾ നമുക്ക് 3 തൊട്ട് 6 മാസം വരെ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. 3 മാസം തൊട്ട് 6 മാസം വരെ ഫുള്ളി എഫക്റ്റീവ് ആയിട്ട് ഇത് കുപ്പിക്കകത്ത് തന്നെ ഉണ്ടായിരിക്കും, ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത് സ്റ്റോർ ചെയ്യേണ്ട സ്ഥലം സാധാരണ അറ്റ്മോസ്ഫിയറിലാണ് ഇത് സ്റ്റോർ ചെയ്യേണ്ടത്. കൂടുതൽ ഹീറ്റ് ഉള്ള സ്ഥലങ്ങളിൽ സ്റ്റോർ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന്റെ കണ്ടന്റുകൾ നശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വരിക, ചോദിക്കുക, അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കും. നന്ദി, നമസ്കാരം.